ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ എല്ലാവരും മലേഷ്യക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് അങ്ങ് പിരിഞ്ഞു. ഈ സമയത്ത് സുധി വന്നിട്ട് അമ്മ അവരുടെ കൂടെ പോകണ്ട അമ്മേ, ഞാൻ കൊണ്ടുപോകാം അമ്മേ, നമുക്ക് ഒരുമിച്ച് പോകാം അമ്മയെന്ന് പറയാം. നീ ഇന്ന് വരെ പറഞ്ഞ വാക്കൊന്നും പാലിച്ചിട്ടില്ലല്ലോ, നീ എന്നെ എങ്ങും കൊണ്ടുപോകില്ല, അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെ പൊക്കോളാം, ഞാൻ അവരുടെ കൂടെ പോവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോയി. അമ്മ എന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് എൻ്റെ മുറിയിൽ ശ്രുതിയെ കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കപ്പോൾ വാഷ്റൂമിൽ ആളുണ്ട്. അപ്പോൾ വാഷ്റൂമിൽ എത്തി വലിഞ്ഞിങ്ങനെ നോക്കിയിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും സച്ചിയെ രേവതിയും തടഞ്ഞേ പറ്റൂ, വേറെ വഴിയൊന്നും കാണുന്നില്ല. തന്ത്രപൂർവ്വം ശ്രുതിയെ കൊണ്ട് അവരോട് പറയിപ്പിക്കാം, അതെ ഇപ്പം നടക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി മോള്. ഈ സമയത്ത് സച്ചിയും രേവതിയും അവളാകെ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയുന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരെത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയായിപ്പോൾ എന്ന് പറഞ്ഞു. മലേഷ്യയിലേക്ക് നിങ്ങളും കൂടെ വാ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവളോട് ഒഴിഞ്ഞുമാറ്റം കണ്ടില്ലായിരുന്നോ സച്ചേട്ടാ? അവളുടെ അച്ഛൻ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ നിങ്ങളുടെ കൂടെ ഞാനും വരുന്നു എന്നല്ലേ അവൾ പറയുക എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ എന്താ അച്ഛൻ, എന്ത് ജയിൽ, എല്ലാം അവളുണ്ടാക്കിയ കള്ളക്കഥയല്ലേ, പിന്നെ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുക നമ്മുടെ സച്ചി. അവരെ മലേഷ്യയിലേക്ക് വരാൻ വേണ്ടി പാർലർ അടുത്ത് ഒരു കാരണം ഉണ്ടാക്കിയതാ, ഇനി നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കും, നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അത് ഉറപ്പല്ലേ എൻ്റെ സച്ചേട്ടാ എന്ന് രേവതി. അവൾ എന്ത് പ്ലാൻ ചെയ്താലും നമ്മളത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കണം രേവതി, ഈ കുരുക്കിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും സച്ചി പറയുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കടുത്ത തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുക. ശ്വാസവും ഇല്ല, വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ലാതിരിക്കുകയാണ് ശ്രുതി. വാഷ്റൂമിൽ പോയി നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു. എന്തൊരു ചൂട് എൻ്റെ പൊന്നോ എന്നും പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര കരച്ചിൽ ശ്രുതി ഇരുന്ന് അഭിനയിക്കാം. അപ്പോഴത്തേക്കും ശ്രുതി ഇത് കണ്ടു. ശ്രുതി നീ എന്തിനാ ശ്രുതി കരയുന്നതെന്ന് ചോദിച്ചു ഓടി ചെന്നിരുന്നു. കാര്യം പറ ശ്രുതി, എന്തിനാ കരയണേ? അപ്പം എല്ലാം എൻ്റെ തലയിലെഴുത്താ, അല്ലാണ്ട് എന്തു പറയാനാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ശ്രുതി നീ കാര്യം പറ, ചുമ്മാ ഇതിങ്ങനെ കരയാതെ. സച്ചിയും രേവതി മംഗളിനെ ആൻറ്റിയും കൂട്ടി എന്തിനാ മലേഷ്യയിൽ തന്നെ പോകുന്നത്, അപ്പോൾ വേറെ എത്ര കൺട്രീസ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചപ്പം അതവർ പറഞ്ഞില്ലേ, നിന്റെ അച്ഛനെ കാണാനും കൂടെ വേണ്ടിയിട്ടല്ലേ അവർ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ ഇരുന്ന് കരച്ചിൽ പിന്നെയും കൂടി. അയ്യേ, അവർ വേറെ കൺട്രീസിൽ പോകാതെ മലേഷ്യ പോകുന്നതിനാണോ നീ ഇരുന്ന് ഇങ്ങനെ കരയുന്നേ? അവരവർക്ക് ഇഷ്ടമുള്ളവരത്തേക്ക് പോട്ടെ, അതിന് നീ എനിക്കെന്താ പ്രശ്നം? അവരെന്തിനാ എൻ്റെ അച്ഛനെ ജയിലിൽ പോയി കാണുന്നേ? അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എനിക്ക് മാത്രമല്ല അച്ഛനും അത് വിഷമമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എന്നിട്ട് ഓട്ടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അല്ല, അച്ഛനിപ്പോൾ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ജയിലിൽ കിടക്കല്ലേ എൻ്റെ അച്ഛൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ പോയി കാണുന്നത് ശരിയല്ല സുധി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലും ബഹളവും. അദ്ദേഹത്തിന് ഇവരെ ഫേസ് ചെയ്യാൻ പോലും പറ്റത്തില്ല സുധി, അത് മനസ്സിലാക്കുക, എന്തിനാ വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാ എനിക്കും നീ പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷെ ഇതൊന്നും പോയി അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അവർ പോകാൻ തീരുമാനിച്ചു, അവർ പോവുകയും ചെയ്യും, നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ് നമ്മുടെ സുധി. അത് കേട്ടപ്പോൾ സുധി എൻ്റെ കൂടെ നിൽക്കില്ലേ, ഒരു കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇല്ല, വളരെ സ്ട്രോങ് ആയി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ആരും അതനുസരിക്കും, പക്ഷേ അതൊന്നും സുധി ചെയ്യത്തില്ല, സുധിയെ കൊണ്ട് അതിന് കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം ദേ സച്ചിയെ കണ്ടുപഠിക്കുക, അവളുടെ എല്ലാ കാര്യത്തിനും രേവതിയുടെ കൂടെ തന്നെയാണ് സച്ചി നിൽക്കുന്നത്, അവളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, പിന്നെ അവൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും. ശ്രുതി മാത്രം ഇങ്ങനെയായി പോയല്ലോ. ദേ ശ്രുതി, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം നീ പറഞ്ഞേക്കരുത്, എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ നിൽക്കാറ്, അത്രയ്ക്ക് നിന്നെ എനിക്ക് ഇഷ്ടമാണ് ശ്രുതി, നീ ഇല്ലെങ്കിൽ ഈ ശ്രുതി പോലും ഇല്ല. അന്നേരം ചുമ്മാ ഇതൊക്കെ വെറുതെ വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഇതൊന്നും കാണാനില്ലല്ലോ. ഇക്കാര്യത്തിൽ ഞാൻ പോയി അവരോട് എന്ത് പറയാൻ എൻ്റെ ശ്രുതി? ദേ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ചെന്ന് അവരോട് മലേഷ്യയിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അവർ പോകാതിരിക്കും, ശ്രുതി പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവർ പോകത്തൊന്നും ഇല്ല എന്ന് ദേ ശ്രുതി മോള്. ശ്രുതി പറഞ്ഞാൽ ആൻറ്റി എന്തും കേൾക്കും, അത് പിന്നെ നിങ്ങൾ മലേഷ്യക്ക് പോകരുത്, ശ്രുതിയുടെ അച്ഛനെ കാണരുത്, അത് അദ്ദേഹത്തിനും ശ്രുതിക്കും വിഷമമാകുമെന്നൊക്കെ ശ്രുതി പോയി പറയണം. എന്താ പറഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതി എന്നും പറഞ്ഞിരിക്കാം. ദേ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയാൻ പോയാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് പറയാൻ പറഞ്ഞു, ഞാൻ പറയാൻ പോയാൽ എല്ലാം കൂടെ എല്ലാവരും എൻ്റെ തലയെ കൊണ്ടുവന്നിടും, അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു, ഞാൻ അവർക്ക് കാശൊക്കെ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു, അവർ അങ്ങനത്തെ ഒരു സ്ത്രീയാ എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ മലേഷ്യയിലെ അമ്മായിമ്മയുടെ കാര്യമാണ് പറയുന്നത്. അമ്മായിമ്മ ആകെ പോക്കുതാന്നൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. അച്ഛൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കോടതി ഫ്രീസ് ചെയ്തിരിക്കല്ലേ, അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ശ്രുതിക്ക് അറിയാവുന്നതല്ലേ, എന്ത് ചെയ്യും ശ്രുതി ഞാൻ ചോദിച്ചു ഭയങ്കര വിഷമം. നീ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്, പ്രോപ്പർട്ടി ഫ്രീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാശ് നിൻ്റെ അച്ഛൻ തന്നേനേലോ എന്ന് ശ്രുതിയോട്.
എൻ്റെ അച്ഛന് കൊടുക്കേണ്ട കാശ് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യായിരുന്നു എന്നൊക്കെ പറയുമ്പം ഒന്നും പറഞ്ഞിരിക്കുക ശ്രുതി. എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ പണം മതി, പണത്തിലെല്ലാവർക്കും നോട്ടം. എൻ്റെ ഇമോഷൻസ് ആരും ഇവിടെ കാണുന്നില്ല. ആര് പറഞ്ഞു അതൊന്നും കാണുന്നില്ലെന്ന്? ഇപ്പം സച്ചിയും രേവതി അമ്മയും അച്ഛനും മലേഷ്യയിൽ പോകരുത്, അത്രയല്ലേ നിനക്കുള്ളൂ. അവർ പോവില്ല. ഞാൻ പോയി സംസാരിച്ചോളാം അവരോട്. നീ ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ലെന്ന് നീ ഇപ്പം പറഞ്ഞല്ലോ. ഒരു 10 മിനിറ്റ് നീ ഇപ്പം പറഞ്ഞത് നീ മാറ്റി പറയും, നോക്കിക്കോ. ഞാൻ പോയി അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം. വെയിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രുതി അങ്ങ് പോയി. ശ്രുതി ശ്വാസം നേരെ വിട്ട് അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അച്ഛൻ്റെ കാലൊക്കെ തിരുമ്മിക്കൊണ്ട് ഇരിക്കുകയാണ് ശ്രീകാന്ത്. അമ്മയുണ്ട് തൊട്ടരികില്ല. അപ്പോഴേക്ക് ശ്രുതി വന്നു. നിങ്ങൾ മലേഷ്യക്ക് പോകണ്ട, വേറെ ഏത് രാജ്യത്ത് വെച്ച് വന്നങ്ങൾ പോയിക്കോ, എന്തായാലും മലേഷ്യ പോകണ്ട എന്നും പറഞ്ഞു. അതെന്താ അതോ എന്നും ചോദിച്ച് അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ സച്ചിയും രേവതിയും കൂടി. ഇവരുടെ സംസാരം കേൾക്കും. അപ്പോൾ ശ്രുതിയും മേളിൽ നിന്ന് ഇങ്ങനെ കേൾക്കും കേട്ടോ അവിടെ എന്താ പറയുന്നതെന്നറിയാം. എടാ അതിന് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലല്ലേ എടാ ഉള്ളതെന്ന് അമ്മ ചോദിച്ചു. നാട് കാണാൻ വേണ്ടി മാത്രമല്ല, ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ പോയി കാണാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മലേഷ്യക്ക് പോകുന്നത് എന്ന് രവിയേട്ടൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ഇറങ്ങി വരുവാണ്. എൻ്റെ അച്ഛ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോവണ്ടെന്ന് പറഞ്ഞത്. ശ്രുതിയുടെ അച്ഛനെ നിങ്ങളാരും ഇതുവരെ പോയി കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം അല്ല ഇപ്പോൾ കാണാൻ പോകുന്നത്. അതിങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹത്തിന് ആകെ വിഷമമാകും അച്ഛാ, ശ്രുതിക്കും അത് വിഷമമാകും അച്ഛാ എന്ന് പറയും. ഇങ്ങനെ പറയണമെന്ന് പാർലറെടുത്ത് പഠിപ്പിച്ചു വിട്ടതായിരിക്കും അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക. അല്ല, അപ്പോൾ ആര് പറഞ്ഞാലെന്താ, നിങ്ങൾ എന്തായാലും മലേഷ്യയിലേക്ക് പോകണ്ട, അദ്ദേഹത്തെ പോയി കാണുകയും വേണ്ട എന്ന് നമ്മുടെ ശ്രുതി. എടാ ഞങ്ങൾ പോയി കാണുന്നതിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് വിഷമം ഉണ്ടാകുന്നത്, പോയി കണ്ടെങ്കിലല്ലേ വിഷമം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞതാകട്ടോ കറക്റ്റ് എന്ന് നമ്മുടെ സച്ചി. എടാ നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഹോസ്പിറ്റലിലായാലും ചിലപ്പോൾ ഫ്രൂട്ട്സും ബേക്കറി ഫലഹാരങ്ങളൊക്കെ ആയിട്ട് അവരെ പോയി നമ്മൾ കാണാറില്ലേ, നമ്മൾ കാണാൻ ചെന്നാൽ അവർക്കൊരു ആശ്വാസവും കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ നിൽക്കുക. ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട്. അപ്പോൾ ഒരു വിഷമഘട്ടം വന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നലും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയാടാ ജയിലിൽ കിടക്കുന്നവരും. അല്ല രവതി, ഞാൻ പറഞ്ഞു കറക്റ്റ് അല്ലേ ചോദിച്ചപ്പം അത് കറക്റ്റാ സച്ചേട്ടാ. നമ്മൾ കാണാൻ ചെന്നാൽ അദ്ദേഹത്തിന് അത് സന്തോഷമാവത്തേ ഉള്ളൂ. എന്ത് സന്തോഷം? ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പോലെയാണോ ജയിലിൽ കിടക്കുന്നത്? ആണോ? നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ശ്രുതി അച്ഛനെ വിഷമിപ്പിക്കരുത്. അദ്ദേഹത്തെ കാണണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോയി കാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് എന്ന് ഇറങ്ങുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. അത് പാർലറേട്ടത്തിൽ പറയുന്ന പോലെ അല്ലേ എന്ന് ചോദിക്കുമ്പം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. ഇതെന്താ ഇത് എന്ന് രവിയേട്ടൻ ചോദിച്ചു. അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ പാർലറേട്ടത്തിക്കല്ലേ അറിയുള്ളൂ അച്ഛാ എന്ന് സച്ചി. അപ്പം ശ്രുതി ഞെട്ടി. ആ സമയം അച്ഛൻ പെട്ടെന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്, അപ്പം ചെന്ന് കണ്ടാൽ മതിയെന്ന് ശ്രുതി. അപ്പം ഞങ്ങളും കൂടെ വരാമെന്നും ശ്രുതി. ഇപ്പം ചെന്ന് കാണരുത് പ്ലീസ് എന്നും ശ്രുതി പറയാം. അദ്ദേഹത്തെ ചെന്ന് വിഷമിപ്പിക്കില്ലേ എന്നൊക്കെ പറയുമ്പം പാർലറേട്ടത്തി ആണ് ചെന്ന് കാണുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ വിഷമമൊക്കെ ഉണ്ടാകും. ഞങ്ങൾ പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് സച്ചി. അല്ല രേവതി? അപ്പം അതെ എന്ന് രേവതി. ഇപ്പം ചെന്ന് കാണാതെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പോയി കാണുന്നതായിരിക്കും വളരെയേറെ തെറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുക. ചന്ദ്ര ഇതെല്ലാം കേട്ട് മിണ്ടാണ്ട് നിൽക്കുക. ഇപ്പം ചെന്ന് കണ്ട ഒരു കഷ്ടകാലം വന്നപ്പോൾ മോളുടെ കുടുംബം കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകും. വളരെ സ്നേഹനിധിയായ അച്ഛനും അമ്മയുള്ളൊരു കുടുംബത്തിലേക്കാണല്ലോ എൻ്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് എന്നുള്ളൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നും സച്ചി പറയുക. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രയെ നിൽക്കുന്നു. ഇനി അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കാണാൻ പോകുന്നത് എന്ന് കരുതുക. ഞാൻ ജയിലിൽ കിടക്കുമ്പം നിങ്ങൾ കാണാൻ വന്നോ? എനിക്കൊരു കഷ്ടകാലം ഉണ്ടായപ്പം നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കിയോ? ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ അമ്മ എന്ത് മറുപടി പറയും എന്നും രേവതി ചോദിക്കുക. അതും ശരിയാണെന്ന് രവിയേട്ടൻ. എന്തായാലും പെട്ടു. അതെ, അമ്മയ്ക്ക് അവിടെ ഉത്തരം മുട്ടി പോകത്തില്ല അമ്മയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര അത് ശരിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ നല്ല സമയത്ത് കൈപിടിക്കുന്നവരല്ല, മോശ സമയത്ത് കൈപിടിക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുവെന്ന് അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്. ഇല്ല രവതി? അതെ അതെ അതെ. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെയാണ് പോകേണ്ടത്. അതിന് പറ്റിയ സമയവും ഇപ്പം തന്നെയാണെന്നും രേവതിയും സച്ചിയും കൂടെ പറയുന്നു. അമ്മ ഇവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറയുന്നത് കേട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും എടുത്തിയടിയൊന്നും പുറപ്പെട്ടേക്കരുത്, നമുക്ക് പിന്നെ പോകാം, ഇപ്പം പോകണ്ടെന്നും പറഞ്ഞു ശ്രുതി. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു 100% ശരിയാണെന്ന് ചന്ദ്ര. കണ്ടോ എന്നും പറഞ്ഞ് ഇവർ നിൽക്കുന്നു. ആദ്യമായിട്ട് ആ ചന്ദ്ര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ സപ്പോർട്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇവർ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് പറഞ്ഞു ചന്ദ്ര. എന്ത് കാര്യം? ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ പോയി കണ്ടു. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടില്ലല്ലോ, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു.
അങ്ങനെയൊന്നും ചോദിക്കാൻ പോകുന്നില്ല അമ്മ. അപ്പം എനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. അമ്മ തീരുമാനിച്ച് ഇനി നീ പോയിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞായി പിന്നെ നമ്മുടെ സച്ചി. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കാമെന്ന് പറയുമ്പം നീ ഇനി ഒന്നും പറയണ്ട, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു, ഇതുവരെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഒന്ന് ഫോൺ വിളിച്ചിട്ട് പോലും ഇല്ല. മുൻപേ പോയി തന്നെ കാണേണ്ടതായിരുന്നു, അതിനൊന്നും കഴിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും പോയി ഒന്ന് കണ്ടില്ലെങ്കിൽ അദ്ദേഹം നമ്മളെപ്പറ്റിയൊക്കെ എന്ത് വിചാരിക്കുമെന്നും ചന്ദ്ര ചോദിക്കുക. ശ്രുതി പെട്ടു. ഞങ്ങൾ എന്തായാലും ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോയി. അമ്മയെന്ന് വിളിച്ച് ശ്രുതി പുറകെ പോയിട്ട് നടന്നില്ല കാര്യങ്ങൾ. അച്ഛൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം ഇനി നീ ഒന്നും പറയണ്ട, ഞങ്ങൾ മലേഷ്യക്ക് പോവുകയും ചെയ്യും, അദ്ദേഹത്തെ കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അച്ഛനും തറപ്പിച്ചു പറഞ്ഞു. ശ്രുതി മുറിയിൽ പോയി ശ്വാസം മുട്ടിയിരിക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് ഗൗരവം എടുത്തിട്ട് മുഖത്ത്, ഞാൻ അവരോട് പറഞ്ഞു. സ്ട്രോങ് ആയിട്ട് ശ്രുതി ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ശ്രുതി സംസാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്ക് നോട്ടമൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് പേടിയായി. തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അവർ മലേഷ്യയിലേക്ക് പോകും ശ്രുതി, ആര് വിചാരിച്ചാലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക. നാശം പിടിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു ശ്രുതി അവിടെ നേരം അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും. സച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് ചെന്നു. സച്ചേട്ടൻ്റെ ചേട്ടൻ പറയുന്നത് എന്തും അമ്മ കേൾക്കാറുണ്ട്, പക്ഷെ ഇത് കേട്ടില്ലല്ലോ എന്ന് രേവതി പറയുമ്പോൾ അവൻ പറഞ്ഞ് അമ്മ കേൾക്കും, യാത്ര ക്യാൻസൽ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് അവൾ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ അത് ചീറ്റിപ്പോയെന്ന് സച്ചി പറയുന്നു. എന്നാലും അമ്മയ്ക്കിത് എന്തു പറ്റി കാണും, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ. ഇപ്പോഴേ ശ്രുതിയല്ല ഷോറൂമിൻ്റെ ഓണർ, അച്ഛന് കൊടുക്കാനുള്ള 50 ലക്ഷം രൂപ കൊടുത്താൽ ആ കട അവൻ്റേതാകും. ശ്രുതിയുടെയും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് സൂത്രത്തിൽ ഈ കാശ് അദ്ദേഹത്തോട് ചോദിക്കാമെന്നാണ് അമ്മയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും അമ്മ ഈ യാത്രയിൽ നിന്ന് ഒട്ടും പിന്മാറില്ല എന്ന് സച്ചി പറയുന്നു. അതിന് നമ്മൾ മലേഷ്യയിൽ പോകുന്നില്ലല്ലോ സച്ചേട്ടാ, അത് നമുക്കല്ലേ അറിയുള്ളൂ രേവതി, അമ്മയ്ക്കറിയില്ലല്ലോ. ശരി, ഇനിയിപ്പോൾ എന്താ അടുത്ത പ്ലാൻ അത് പറയാൻ പറഞ്ഞപ്പോൾ അത് ശ്രുതി ഉദ്ദേശിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. അതുകൊണ്ട് യാത്ര മുടക്കാൻ വേണ്ടി അവൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമെന്ന് സച്ചി പറയാം. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് രേവതിയോട് സച്ചി പറഞ്ഞു. അവൾ ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് നോക്കാമല്ലോ. അവൾ എന്തു പ്ലാൻ ചെയ്താലും ഞാൻ അത് പൊളിച്ചിരിക്കുമെന്നും സച്ചി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുക. അതും പറഞ്ഞ് സച്ചി ചായയും കുടിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി മീരയുടെ അടുത്ത് എന്നു രണ്ടുപേരോട് സംസാരിക്കാം. അല്ല, അവർ മലേഷ്യയിലെത്തിയാൽ നീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ലേന്ന് ചോദിച്ചു മീര. തിരിച്ചവർ വരുമ്പോൾ നിന്റെ അമ്മായിയമ്മ നിന്നെ ചവിട്ടി പുറത്താക്കത്തില്ലേ, അപ്പം നീ നടു റോഡിലാവില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ മീരെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നിന്നോട് പറഞ്ഞത് ഓവർ ബിൽഡപ്പ് ഒന്നിനും കൊടുക്കരുതെന്ന്. മലേഷ്യ സിംഗപ്പൂർ എന്ന് കടിച്ചു വിട്ടപ്പോൾ എന്താ നീ കരുതിയേ? ഒന്നിന് പിറകെ ഒന്നൊന്നായി എത്ര കള്ളങ്ങളാണ് നീ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ അതിലും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് ശ്രുതി ഇങ്ങനെ മീരയോട് പറയണു. പിന്നെ നീ ആ ബീരാനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്, അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര സമയമായി, ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം വന്നോളും, നീ ചുമ്മാ ധൃതി പിടിക്കാതെ. ഇനിയിപ്പോൾ ഈ പ്ലാൻ വർക്കൗട്ട് ആകുമെന്നാ ബീരാൻ സമ്മതിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റുമെന്ന് ശ്രുതി പറഞ്ഞു തീർന്നില്ല. ബീരാനിക്ക വന്നു. ഹലോ മീരക്കുട്ടേന്നും പറഞ്ഞു വന്നു. അപ്പോൾ എല്ലാം ഇനി നിങ്ങളുടെ കയ്യിലാണെന്ന് മീര. എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബീരാനിക്ക അകത്തേക്ക് കയറി വന്നു. അപ്പോൾ ശ്രുതി അവിടെ ഇരിക്കുമല്ലേ. ആഹാ, ഇതാരും ശ്രുതിക്കുട്ടിയോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ വല്ലാണ്ടായി നിൽക്കും. എവിടെയോ ഒരു കുഴി കുഴിച്ചിട്ടുള്ളത് പോലെയാണല്ലോ, അതിൽ ചാടിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണെന്നോ തോന്നണേന്ന് നമ്മുടെ ബീരാനിക്കൊക്കെ മനസ്സിലായി. അദ്ദേഹം ചിന്തിക്കും കേട്ടോ. ഇവളുമാർ രണ്ടുപേരും ബീരാനിക്ക് തന്നെ നോക്കി നിൽക്കുക. അപ്പം ശരി, ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് ബീരാനിക്ക പോകാൻ നോക്കുമ്പോൾ അയ്യോ പോവലെ നിൽക്ക് മീരെ നോക്ക്, നീ പറഞ്ഞിട്ടാ ഞാൻ ഇവൾക്ക് വേണ്ടി ഇളയച്ചൻ്റെ വേഷം കിട്ടിയത്. ഇവളുടെ കൂടെ കൂടിയാലേ ഞാനൊരു വലിയ ക്രിമിനലായി മാറുമെന്ന് പറഞ്ഞു. സാർ പോവല്ലേ സാർ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്ന് ശ്രുതി. അപ്പോഴത്തേക്കും കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഒരു സാറോ, ആരുടെ സാറ്? നീ സാറൊന്നൊന്നും വിളിച്ച് എന്നെ സോപ്പിടാൻ നോക്കല്ലേ സാർ. ഒരൊറ്റ തവണ കൂടി സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. നീ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും എൻ്റെ പൊന്നു ശ്രുതി. സാർ പ്ലീസ്, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക, എന്നെ ഒന്ന് രക്ഷിക്കണം പ്ലീസ് സാർ എന്ന് പറഞ്ഞ് കൈ കൂപ്പി നിൽക്കുന്നു. നീ ബീരാനോട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, നമ്മുടെ ബീരാൻ നമ്മളെ സഹായിക്കും എന്ന് മീര. നിന്നെ കൈവിടില്ല, നീ ധൈര്യമായിട്ട് പറ. ബീരാനൊക്കെ പാവം ആർക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആടിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി വിവരങ്ങളെല്ലാം പറഞ്ഞു. പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല. ഒരു രീതിയിൽ അങ്ങനെ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല.
രമീരെ, നിന്നെ ഓർത്തിട്ടാണ് ഞാൻ ഇവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തത്. അതിന് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിയോടെയാണ് ഞാനിപ്പോൾ കടയിൽ പോലും നിൽക്കുന്നത്. നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഏത് സമയത്താണ് സച്ചിയും രേവതിയും കയറി വരിക എന്ന് പോലും എനിക്കറിയില്ല. സച്ചി എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ എൻ്റെ തോലുരിച്ചേ മട്ടന് പകരം ഇങ്ങനെ കെട്ടി തൂക്കും. എനിക്കൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് സാർ, എന്നെ സഹായിക്കണം സാർ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കാല് പിടിക്കുന്നു. നേർ വഴിക്ക് നടക്കണമായിരുന്നു. കളതരം കാണിച്ചാലേ ജീവിതകാലം മുഴുവനും ഇങ്ങനെ പേടിച്ച് കഴിയേണ്ടതായിട്ട് വരും. നീ കാരണം ഞാനിപ്പോൾ അങ്ങനെ ആയി, എന്നെ നീ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല. നീ ഇതിനെ അറിയുന്നേ? അതെ, എനിക്കൊരു കുടുംബമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ കാണിക്കുന്നേ? അപ്പം ഞാൻ ഒരിക്കൽ തോറ്റവളാ. എൻ്റെ കൈ കിട്ടിയ ഒരു ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ശ്രുതി. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. ഈ ഒരു പ്രാവശ്യം മതി. ഇനി ഞാൻ ശല്യപ്പെടുത്തിയേയില്ല. പ്ലീസ് സാർ, എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് കയ്യേ കാലേ പിടിക്കാം. ഇനിയിപ്പോൾ ഇവളെ കാണുമ്പോഴാണെങ്കിൽ പാവം തോന്നും. ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പാവം ബീരാനിക്ക് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ലാസ്റ്റ് ബീരാനിക്ക് സമ്മതിച്ചു. ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നൊക്കെ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇങ്ങനെയൊക്കെ സമ്മതിച്ചത്. ഈ കഥ നമുക്ക് ഇതോടെ ക്ലോസ് ചെയ്യാമെന്ന് ശ്രുതി. എന്നാൽ ശരി, ഞാൻ പോട്ടെ, വന്ന പഞ്ചില്ല പോകുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോയി. ശ്രുതി വലിയ ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ സച്ചിയും രേവതിയും ഒരുക്കിയ വാരിക്കുഴിയിലേക്കാണ് ശ്രുതി ബീരാനെയും കൊണ്ട് ചെന്ന് ചാടുന്നതെന്ന് ശ്രുതി പോലും അറിയുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.